ബി റെഡി ടു റൺ. വെള്ളം ഒഴിക്കുമ്പോൾ കത്തും. ലൈക്ക് 2400 രൂപ വരെ ഒരു ഇവൻറ്റിൽ നിന്ന് ഏൺ ചെയ്തിട്ടുള്ള പിള്ളേരുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ടുഡേ ഐ ആം വെയറിങ് ഫോർമൽ വെയർ ബിക്കോസ് ഇന്ന് ഞാൻ ഒരു ഇവൻറ്റ് കോർഡിനേഷന് പോകുവാണ്. ഞാനിപ്പോൾ ഒരു ഇവൻറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇവൻറ്റിൽ വർക്ക് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഇവൻറ്റ് കോർഡിനേഷനൊക്കെ പോയാൽ ഇത്രയും പൈസ നമുക്ക് കിട്ടുമോയെന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ ഇവിടെ വർക്കിന് കയറിയിട്ട് അറ്റൻഡ് ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്ന എത്രാമത്തെയോ ആണിത്. അതുപോലെ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് ഇവൻറ്റ് കോർഡിനേഷൻ. നൈസാണ്. ഞാൻ ഒരൊറ്റ ഡെഫിനിഷനെ ഇവൻറ്റ് കോർഡിനേഷന് കൊടുക്കണുള്ളൂ. ദാറ്റ് ഈസ് ബി റെഡി ടു റൺ. ഓർഡർ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു ഇവൻറ്റിൽ എന്തൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്യാനുള്ളത്? ലൈക്ക് ഇവൻറ്റ്സ് പല ടൈപ്പ് ഉണ്ടല്ലോ. കോർപ്പറേറ്റ് ഉണ്ട്, വെഡ്ഡിങ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഹൗ ടു കോർഡിനേറ്റ്, എങ്ങനെയെല്ലാം സമയത്തിന് മുമ്പ് അറേഞ്ച് ചെയ്യണം, അതൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം. എൻ്റെ കയ്യിലിപ്പോൾ ഒരു കിറ്റ് നിറയെ പൂവുണ്ട്. ജമന്തി, യെല്ലോ ആൻഡ് ഓറഞ്ച് കളറിൽ ജമന്തി ഉണ്ട്. പിന്നെ കുറച്ച് കാർഡ്സും വാഴയില ഇരിപ്പുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടെന്നുള്ളത് ഞാൻ ഇന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. സോ ഇന്ന് നമുക്ക് 2 ഇവൻ്റ് ഉണ്ട്. ഒരെണ്ണം വന്നിട്ട് ബോൾഗാട്ടി പാലസിലാണ്, ഒരെണ്ണം കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ്. അപ്പോൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്നത് ചിറ്റിലപ്പള്ളിയിലാണ്. 8:30 ചിറ്റിലപ്പള്ളിയിൽ എത്താനാണ് പറഞ്ഞേക്കണേ. ഞാൻ ബസ്സിനാണ് പോകുന്നത്. സോ പൈപ്പ് ലൈൻ ചെന്നിട്ട് അവിടെ നിന്ന് ഊബർ എന്തെങ്കിലും വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ പള്ളിയിൽ പോയി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. നമുക്കിനി ഇവൻറ്റ് സെൻറ്റർ എത്തിയിട്ട് കാണാം ഗൈസ്. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിക്കാൻ ശ്രദ്ധിച്ചത് റോട്ടിലൊന്നും ഒരു ഒറ്റ വണ്ടിയില്ല. ബസ് സ്റ്റോപ്പിൽ ഞാൻ 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും ഇടയ്ക്ക് ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ഓട്ടോ വരുന്ന അല്ലാണ്ട് ഒന്നും വന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി അവിടെ എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു റിട്ടേൺ ഓട്ടോ വന്നപ്പോഴേക്കും ഞാൻ ആ ഓട്ടോയിൽ കയറി. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും അവിടെ എത്തൂല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ തുറവൂർ ജംഗ്ഷനിൽ ഈ പാലം പണിയുടെ എന്തോ ഒരു സാധനം വീണ് കിടന്നിട്ട് റോഡ് ഫുൾ ബ്ലോക്ക് ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ റിട്ടേൺ ഓട്ടോ കയറിയിട്ട് കുണ്ടന്നൂർ വരെ വന്നിറങ്ങി. കുണ്ടന്നൂർ വരെ ഉണ്ടായിരുന്നുള്ളൂ ഓട്ടോ. അവിടെ നിന്ന് ഞാൻ പിന്നെ ബസ് കയറി വൈറ്റിലെ വന്നിറങ്ങി. എനിക്ക് നേരിട്ട് ബസ് കിട്ടിയില്ല. വൈറ്റിലെ വന്നിറങ്ങിയിട്ട് പിന്നെ വൈറ്റിലെ നിന്ന് അടുത്ത ബസ് കയറി ഞാൻ പോയി പൈപ്പ് ലൈൻ ഇറങ്ങി. അയ്യോ, വല്ലാത്തൊരു യാത്രയായിരുന്നു ഇന്ന്. പൈപ്പ് ലൈനിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ പിന്നെ ഊബർ വിളിച്ചിട്ടാണ് ഇവൻറ്റ് സെൻറ്റർ വരെ പോയത്. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ബസ് കിട്ടി കഴിയുമ്പോഴേക്കും നല്ല ലേറ്റ് ആകുമെന്ന് എനിക്ക് മനസ്സിലായി. 8:56 എനിക്ക് കാണിക്കണേ. 9 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തും. പിന്നെ കുഴപ്പമില്ല, മുഹൂർത്തം ഒരു 12 മണിക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഒരു 9 മണി ആയപ്പോഴേക്കും ചിറ്റിലപ്പള്ളിയിലെത്തി. ആദ്യമായിട്ടാണ് ചിറ്റിലപ്പള്ളിയിൽ വരുന്നത്. സോ ഗൈസ്, നമ്മൾ ചിറ്റിലപ്പള്ളി എത്തി. ഇതാണ് നമ്മുടെ ഇന്ന് ഇവൻ്റ് നടക്കുന്ന ഹോള്. ദിസ് ഈസ് അവർ ഡെക്കർ. നമുക്കിനി ഈ സ്റ്റൂളെല്ലാം കൂടി സെറ്റ് ചെയ്യണം അവിടെ. ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഡെക്കർ വരുന്നത്. സ്റ്റേജ് വരുന്നത് മെയിൻ സ്റ്റേജ്. നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യണ വെഡ്ഡിങ് ഒരു ഹിന്ദു വെഡ്ഡിങ്ങാണ് ചിറ്റിലപ്പള്ളിയിലുള്ളത്. ബോൾഗാട്ടിയിലുള്ളത് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങാണ്. ഇനി നമുക്കുള്ള വർക്ക് ഞാൻ വേഗത്തിലെല്ലാം പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പണിയുണ്ട്. അവിടെ കിടക്കണ ആ സ്റ്റൂളെല്ലാം അവിടെ അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഈ ചെയർസിലെല്ലാം നമ്മൾ കൊണ്ടുവന്ന ഈ കാർഡ്, ജമന്തിപ്പൂ, പിന്നെ വാഴയില, അതെല്ലാം നമ്മൾ ഈ ചെയറിലെല്ലാം അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെയുള്ള ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞു. ഇനി പൂജാരി വന്നിട്ട് പൂജാരി ഇവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്യും. വേറെ ഒന്നുമില്ല. ഇറ്റ്സ് ഓൾവേസ് ഡൺ. ആൻഡ് ദിസ് ഈസ് അവർ ക്യാമറമാൻ അലൻ അഗസ്റ്റിൻ. അവരാണ് നമ്മുടെ ഇന്നെല്ലാം ഷൂട്ട് ചെയ്യണത്. ഒരു സ്റ്റൂൾ എടുത്ത് കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഇതിലേതെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്താൽ മതി. ഇതാണ് വാഴയില. നമ്മളെങ്ങനെ വെക്കാൻ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യണത് ഈ ഒരു വാഴയില, അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതൊരു കാർഡ് വെച്ചിട്ട്
ഇങ്ങനെ ഒരു ജമന്തിപ്പൂ വെക്കും. ഇങ്ങനെ ഫസ്റ്റ് ഫ്രണ്ട് റോയിൽ മാത്രം, ബാക്കി എല്ലാ ചെയറിലും കാർഡ് മാത്രം. ഞാൻ ആ ചെയർ അറേഞ്ച് ചെയ്തത് കാണിച്ചു തരാം. ഈ ചെയറിലൊക്കെ വെറുതെ കാർഡ് മാത്രമേ ഉള്ളൂ. ആൻഡ് നോക്ക് ഗൈസ്, വാഴല, കാർഡ്, ജമന്തി. ഫ്രണ്ട് റോയിൽ മാത്രം അങ്ങനെ ചെയ്തു. സെക്കൻഡ് റോയിൽ ജസ്റ്റ് പൂവും കാർഡും മാത്രം. ഗൈസ്, ഹൗ ഈസ് ദിസ് കോലം ഡിസൈൻ? ഞാൻ എംബ്രോയിഡറി ചെയ്തതാണിത്. ഹൗ ഈസ് ദിസ്? അടിപൊളിയല്ലേ? രാജേഷ് ചേട്ടൻ വരച്ചു തന്നു, ഞാൻ ചെയ്തു. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഷെൽഫ്. ഇത് ഇന്നത്തെ ഇവൻറ്റിൻ്റെ ഫോട്ടോഷൂട്ട് ഏരിയയാണ്. നൈസ് അല്ലേ? അവിടെ അവൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ദിയയിൽ വെള്ളം ഒഴിക്കും. ഈ ചിരാത് എന്ന് പറയുന്നത് വെള്ളം ഒഴിച്ചാൽ മാത്രം കത്തണതാണ്. ഇലക്ട്രിക് അല്ലേടാ ഇത്? വെള്ളം ഒഴിക്കുമ്പോൾ കത്തും. ഇവിടെ അവിടെയുണ്ട്. എടാ, ഇടയ്ക്ക് ഇങ്ങാനും കെട്ടുപോകുകയാണെങ്കിലേ വെള്ളം ഒഴിച്ചേക്കണം കേട്ടോ. നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതൊക്കെ സെറ്റ് ചെയ്യുകയാണ്. പൂജാരി വന്നു, പൂജാരി സാധനമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. എന്താണ് നമ്മളിവിടെ പറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെന്താ, നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നത് ആ ടൈമാണ്. 12 മണിക്കാണ് ഇവരുടെ മുഹൂർത്തം വന്നത്. ദിസ് ഈസ് ആൻ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഹിന്ദു എൻഗേജ്മെൻ്റ് ആണ്. 12 മണിക്കാണ് അവിടെ മുഹൂർത്തം. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നത് ആ മുഹൂർത്തത്തിന് മുമ്പായിട്ട് ബ്രൈഡും ഗ്രൂമും മുഹൂർത്തത്തിന് മുമ്പായിട്ട് ഈ തിരി കത്തിക്കണ ഇതുണ്ടല്ലോ, വിളക്ക് കത്തിക്കണത്. അപ്പോൾ അതിനുള്ള ആൾക്കാരെ സെറ്റ് ചെയ്യണം. പിന്നെ ബ്രൈഡും ഗ്രൂമും എൻട്രി ഉണ്ട്. അവർക്ക് സെപ്പറേറ്റ് സോങ് ഉണ്ട്. ആ സോങ് സെറ്റ് ചെയ്യണം. ബാക്കിൽ ഓൾമോസ്റ്റ് അറേഞ്ച്മെൻ്റ് കഴിഞ്ഞ്. പിന്നെന്താ, ആ സോങ് നമ്മളിപ്പോൾ സൗണ്ടിൻ്റെ ചേട്ടന് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ അത് പ്ലേ ചെയ്യണം. ഭയങ്കര ഓയിലിയായി. ഓക്കെ, അങ്ങനെ പതുക്കെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി. നമുക്ക് വെൽക്കം ഡ്രിങ്ക്സും അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് 2 സ്നാക്സ് ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പവും പരിപ്പുവടയും. അപ്പോൾ ഒന്ന് അത്യാവശ്യം പരിപാടി ഒതുങ്ങിയപ്പോഴേക്കും നമ്മളത് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എൻഗേജ്മെൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റേജിൽ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫോട്ടോഷൂട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റിംഗ് ഗേൾസ് ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തോളും. നമ്മൾ നോർമലി ലാസ്റ്റ് പന്തിയാണ് ഇരിക്കാറുള്ളത്. എല്ലാവരും വരുന്ന ഗസ്റ്റും എല്ലാവരും കഴിച്ച് കഴിഞ്ഞ്, ചില സമയത്ത് ക്ലയൻറ്റും കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാറ്. ഇത് ക്ലയൻറ്റിൻ്റെ കൂടെ ഇരുന്ന് തന്നെയാണ് നമ്മൾ കഴിച്ചത്. നല്ല അടിപൊളി സദ്യയായിരുന്നു. ഇഷ്ടംപോലെ കറികളുണ്ടായിരുന്നു. പാലടയും സേമിയയും ഗോതമ്പ് പായസം 3 പായസം ഉണ്ടായിരുന്നു. ഇന്നത്തെ സദ്യ അന്നപൂർണ കാറ്ററേഴ്സിൻ്റെ ആയിരുന്നു. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ നമ്മളിതെല്ലാം അഴിക്കാൻ തുടങ്ങും. നോക്കുക, നല്ല മഴക്കാറ് രാവിലെ തൊട്ട് മഴ തന്നെ മഴ. നമ്മുടെ പരിപാടി ഇൻഡോർ ആയത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സദ്യ കഴിച്ച് എഴുന്നേറ്റു. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ക്ലയൻറ്റിനോട് ചോദിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇറങ്ങും. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ സ്റ്റേജ് അഴിക്കാനൊക്കെ പയ്യന്മാർ വരും. നമ്മുടെ ഇവൻറ്റ് നടക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ചിറ്റിലപ്പള്ളിയുടെ അഡ്വഞ്ചർ പാർക്ക്. ഇതാട്ടോ അഡ്വഞ്ചർ പാർക്ക് ഏരിയ. അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ.
ഗൈസ്, എൻ്റെ മുഖം ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു, അത് മൈൻഡ് ചെയ്യണ്ട. ഇനിയുണ്ടല്ലോ, ഓക്കെ, മെയിനായിട്ട് നമുക്ക് ഇവൻറ്റിന് വരുവാണെങ്കിൽ എത്ര നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് പറയാം. ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് 800 റുപ്പീസാണ്. ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് 800 രൂപയാണ്. അതിപ്പോൾ മണിക്കൂറിന് 100 രൂപ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അതിപ്പോൾ നിങ്ങൾ 6 hours വർക്ക് ചെയ്താലും യു ക്യാൻ ഗെറ്റ് 800 റുപ്പീസ്. ഇത് മിനിമം ആണ് 800 എന്നുള്ളത്. മാക്സിമം നമുക്ക് ആ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയുള്ള മണിക്കൂർ അനുസരിച്ചിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു ഇവൻറ്റിന് നിങ്ങൾ ലൈക്ക് 2400 രൂപ വരെ ഒരു ഇവൻറ്റിൽ നിന്ന് ഏൺ ചെയ്തിട്ടുള്ള പിള്ളേരുണ്ട്, നമ്മൾ വിളിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് 2400 കിട്ടണമെങ്കിൽ ജസ്റ്റ് ആ ഒരാഴ്ചയിൽ നിങ്ങളൊരു 3 ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോയാൽ മതി. അത്യാവശ്യം പൈസ നിങ്ങളുടെ കയ്യിലിരിക്കും. ഇവൻ്റ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ വലിയ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും കോർഡിനേറ്റ് ചെയ്യാനും ഓടാനും പിടിക്കാനും ഒക്കെ. ഇതിപ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റിലപ്പള്ളി നടന്നത് ഒരു ചെറിയ ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു, ഹിന്ദു ട്രഡീഷണൽ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ കല്യാണമൊക്കെ ആണെങ്കിൽ കല്യാണത്തിന് ബ്രൈഡ് എൻട്രി, ഗ്രൂം എൻട്രി, അവർക്ക് എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ ആ പാട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഈ ബ്രൈഡൊക്കെ വരുന്ന സമയത്ത് ചില ഇവൻറ്റ്സിൽ ഫുള്ളും കീ ചാർട്ടർ ഉണ്ടാവും, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബ്രൈഡ് വരുമ്പോൾ 4 പേര് 4 സൈഡിൽ ഇങ്ങനെ ഒരു സാധനം പിടിക്കണത്. അപ്പോൾ അതുള്ള ടൈമിലാണെങ്കിൽ ആ എൻട്രിക്ക് മുമ്പ് തന്നെ നമ്മൾ അത് 4 പേര് വേണം അത് പിടിക്കാനായിട്ട്. അപ്പോൾ ആ 4 പേര് നമ്മൾ ഓൾറെഡി അവരോട് ചോദിച്ചിട്ട് അവർ 4 പേരെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. പിന്നെ താലം പിടിക്കാനായിട്ട് അവരുടെ കസിൻസിൽ തന്നെ ആയിരിക്കും ആൾക്കാർ. അതൊക്കെ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂറല്ല, ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് ആരൊക്കെയാണ് താലം പിടിക്കാനുള്ളത് അവരെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തണം. അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഏത് വഴി കൂടി പോകണം, എവിടെ കൂടിയാണ് എൻട്രി, എവിടെ കൂടിയാണ് തിരിച്ചു വരണം, അതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യണം. ഹോസ്റ്റിംഗ് ഗേൾസ് ഉണ്ടാവും, ഹോസ്റ്റിംഗ് ഗേൾസിനോട് എല്ലാം നമ്മൾ പറഞ്ഞ് കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ താലം പിടിക്കുന്ന ഗേൾസ് ആണെങ്കിലും ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രിയുടെ സമയത്താണെങ്കിലും ഹോസ്റ്റിംഗ് ഗേൾസ് ഉണ്ടാവും ഫ്രണ്ടിൽ. അപ്പോൾ ഹോസ്റ്റിംഗ് ഗേൾസ് ഉള്ളത് ഒരു തരത്തിൽ നല്ല കാര്യമാണ്, കാരണം അവർ നോക്കിക്കോളും. നമ്മൾ അവർക്കെല്ലാം പറഞ്ഞു കൊടുത്താൽ മെജോറിറ്റി ഓഫ് തിങ്സ് അവർ നോക്കിക്കോളും. പിന്നെ ഈ ക്രിസ്ത്യൻ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസപ്ഷനിലേക്കൊക്കെ വരുമ്പോഴേക്കും കേക്ക് കട്ടിങ്, ക്യാൻഡിൽ ലൈറ്റ് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ചെക്കനും പെണ്ണും കേക്ക് മുറിക്കാൻ പോകുമ്പോഴല്ല അയ്യോ കത്തിയില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ കത്തിയൊക്കെ എന്ത് ചെയ്യണം, അതിന് മുന്നേ സെറ്റ് ചെയ്യണം. കേക്ക് കഴിച്ച് കഴിഞ്ഞാൽ തുടക്കാനുള്ള ടിഷ്യൂ പേപ്പർ വരെ എന്തായിരിക്കണം അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരിക്കണം, അതെടുത്ത് കൊടുക്കുന്ന ഒരാളുണ്ടായിരിക്കണം. അതുപോലെ ക്യാൻഡിലൊക്കെ കത്തിക്കണ സമയത്ത് അതിൻ്റെ അടുത്ത് ലൈറ്റർ ഉണ്ടാ, തീപ്പെട്ടി ഉണ്ടാ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതിനൊക്കെ ആളുണ്ടായിരിക്കണം. അതൊന്നും നമ്മൾ ആ നിമിഷമല്ല ചെന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിങ് ആണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് പാലും പഴവും കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് അത് ഓടാനൊന്നും പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് കോർഡിനേഷൻ വേണ്ടത്. ഇതല്ലാണ്ട് വേറെ കുറേ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ ഇവൻറ്റിൻ്റെ സമയത്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യലാണ് ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെറിയ പണി കൊണ്ട് ഇത്രയും പൈസ കിട്ടുമെന്നല്ല, അങ്ങനെയല്ല. ദെയർ ഇസ് ലോട്ട് ഓഫ് തിങ്സ്, കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നോക്കി കണ്ട് ചെയ്യാനുള്ളത്. ഫോണിൽ കളിച്ചുകൊണ്ട് ഒരു സൈഡ് മാറിയിരിക്കാനും പറ്റിയൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ രാവിലെ 8:50-9 എത്തിയതാണ്. ആ നിപ്പ് നിന്നിട്ട് ഇരുന്നിട്ടില്ല. ഞാൻ ആ സദ്യ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് നേരമാണൊന്ന് ഇരുന്നതെന്ന് പറയാം. അപ്പം അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കണം. പക്ഷേ ആ നമ്മുടെ ക്ലയൻറ്റിൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് നമ്മൾ ഉണ്ടായിരിക്കണം. അവരെപ്പോഴാണ് നമ്മളെ വിളിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഓടാൻ റെഡിയായിട്ട് നിൽക്കണം. ഇപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഓടാൻ പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അതെടുക്കാൻ വേണ്ടി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ നമ്മൾ കോർഡിനേഷൻ വന്നെങ്കിൽ ബി ആക്റ്റീവ് ഫുൾ ടൈം ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുക. ചമ്മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരാൾ നിങ്ങളെ പിന്നെ വിളിക്കത്തില്ല. ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഇവൻറ്റ് തന്നെ നിങ്ങളെ കൺസിഡർ ചെയ്യും അടുത്ത ഇവൻറ്റ് വരുമ്പോൾ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു ദിവസം 800 രൂപ തൊട്ട് 2400-2500 രൂപ വരെ ഒരു ഇവൻറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതാണ് ഒരു ഇവൻറ്റ് കോർഡിനേഷനിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഈ എല്ലാ ജോലിയും അങ്ങനെ തന്നെയാണല്ലോ.
ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഹിന്ദു വെഡിങ് ആണെങ്കിലും ക്രിസ്ത്യൻ വെഡിങ് ആണെങ്കിലും കോർപ്പറേറ്റ് ആണെങ്കിലും നമ്മളെല്ലാം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ച് ഞായറാഴ്ച ഒരു ദിവസം വർക്കിന് വരുവാണെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് എക്സ്ട്രാ ലീവ്, ഒരു ലീവ് എക്സ്ട്രാ കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ വീട്ടിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചേച്ചി വിളിക്കുകയും ചെയ്തു. 2 ഇവൻ്റ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഇവൻറ്റിന് ചുറ്റിരപ്പള്ളി നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ പോകുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.